ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് 1/2 കപ്പ് പരിപ്പ് കുതിർത്തിയത് ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നീളത്തിലരിഞ്ഞ 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഒരു വിസിലിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു മുരിങ്ങക്കായ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ഒരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പകുതി മതിയാവും. ഈ മാങ്ങ ഞാനിവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് നാളികേരത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണിത്. 1 കപ്പ് ഉണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാളികേരപ്പാൽ കറിയിൽ നന്നായിട്ട് യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഈ കറിയിൽ മാങ്ങയ്ക്ക് പകരം തക്കാളി ചേർത്തിട്ടാണ് എപ്പോഴും വെക്കാറ്. രണ്ടിനും ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ. കറിക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കാം. ചൂടായ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1 വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് താളിക്കാം. നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാങ്ങ ചേർത്ത പരിപ്പും മുരിങ്ങക്കായും കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം പറയണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.